അകാരണമായി പോലീസ് ഭീകരമായി മർദ്ദിച്ച സംഭവത്തെ സംബന്ധിച്ചായിരുന്നു അടിയന്തര പ്രമേയം. അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് വരികയും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും കള്ളപ്രചരണങ്ങളുമാണ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, തൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 141 പോലീസുകാരെ പിരിച്ചുവിട്ടു. UDF ഗവൺമെൻറ് കാലത്ത് ഏത് പോലീസുകാരനെ പിടിച്ചുവിട്ടു എന്നാണ് ചോദിച്ചത്. ഞാൻ അതിനൊരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞില്ല. പോലീസ് അതോടൊപ്പം തന്നെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിൽ നിന്നും 144 പേരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ബോധപൂർവം സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ജനങ്ങളെ കബളിപ്പിക്കുവാനുമാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. 2016 അധികാരമേറ്റ ശേഷം കേരളത്തിൽ LDF ഗവൺമെൻറ് ആകെ പിരിച്ചുവിട്ടത് എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവർ പിരിച്ചുവിട്ടത് 50-ൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പരിശോധിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. 144 പേരെ തൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. ആകെ പിരിച്ചുവിട്ടത് 50-ൽ താഴെ പോലീസുകാരെയാണ്. അപ്പം അത് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത്. സഭയോടുള്ള അനാദരവാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. ഇന്ന് ഞാൻ അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. തൻ്റെ ഭരണകാലത്ത് പിരിച്ചുവിട്ട 144 പോലീസുകാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെക്കുമോ അതോ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലാത്ത പക്ഷം അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ഇത് പ്രിവിലേജ് ഈ കാര്യത്തിൽ ഉണ്ടാവുകയാണ്. സ്പീക്കർക്ക് ഞാൻ പ്രിവിലേജ് നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 2011-16 കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് സേനയ്ക്ക് മാനക്കേടുണ്ടാക്കിയ 61 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടത്. എന്നാൽ പിണറായി സർക്കാരിൻ്റെ 9 വർഷത്തെ കാലയളവിൽ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരടക്കം 144 പേരെ പിരിച്ചുവിടണമെന്നുള്ള ശുപാർശ ഉണ്ടായിരുന്നു. കാരണം അത്തരം പേരെ മിസ്കോണ്ടക്ട് ചെയ്ത ആളുകളാണ്, സേനയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. അത് അത്തരം ആളുകളുടെ ഒരാളുടെ പേരിൽ പോലും നടപടി എടുത്തിട്ടില്ല. ആകെ പിണറായി വിജയൻ പിരിച്ചുവിട്ടത് സർവീസിൽ നിന്ന് ദീർഘകാലം വിട്ടുനിന്നവർ, ലീവ് എടുക്കാതെ അബ്സ്കോണ്ട് ചെയ്ത ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെയാണ് അദ്ദേഹം പിരിച്ചുവിട്ടത്. ലോങ് ആബ്സെൻസ് എവിടെയാണെന്ന് അറിയില്ല, വിദേശത്ത് പോയവരുണ്ടാകും, മറ്റ് ജോലിക്ക് പോയവരുണ്ടാകും, പ്രോപ്പറായി പോലീസ് സംവിധാനത്തിൽ അറിയിക്കാതെ ആബ്സെൻ്റ് ആയിട്ടുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവരെ മാത്രമാണ് അദ്ദേഹം പിരിച്ചുവിട്ടത്. അല്ലാണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള മിസ്കോണ്ടക്ട് ചെയ്ത ഒരു പോലീസുകാരനെ പോലും പിണറായി വിജയൻ 9.5 വർഷക്കാലത്തിനിടയിൽ പിരിച്ചുവിട്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയണം.
തന്നെയുമല്ല ഇവർ ചെയ്യുന്നത് എന്താണ്? നല്ല മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മൂലക്കിരുത്തിക്കൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ തങ്ങളുടെ പാർട്ടി സഖാക്കന്മാരുടെ ഓർഡറുകൾ അനുസരിക്കുന്നവരെ പ്രധാനപ്പെട്ട ക്രമസമാധാന നിലയിൽ അവരെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പോസ്റ്റിംഗ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. പ്രത്യേകിച്ച് DYSP മുതൽ താഴോട്ടുള്ള പോസ്റ്റിങ്ങുകൾ എടുത്താൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ ഭരണത്തിൻ്റെ കീഴിൽ സുപ്രധാനമായ ക്രമസമാധാന ചുമതലയിലേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുകയും അവർക്ക് വളരെ പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതല നൽകുകയും ചെയ്തത് പിണറായി വിജയന്റെ 9.5 വർഷക്കാലത്തെ ഭരണത്തിലാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള പരാതികൾ ഈ കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ നോക്കും? ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ഒരാൾ കളങ്കിതനാണെങ്കിൽ അയാൾക്ക് എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വരുന്നവർക്ക് നീതി ഉറപ്പാക്കാൻ കഴിയും? ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം. പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ സമർത്ഥന്മാരായ ആളുകളുണ്ട്, കഴിവില്ലാത്ത ആളുകളുണ്ട്. എന്നാൽ കളങ്കിതരും കുറ്റാരോപിതരുമായ ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് 9.5 വർഷക്കാലമായി സ്വീകരിക്കുന്നത്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിരവധി കേസുകളിൽ ആരോപണ വിധേയനായ സസ്പെൻഷനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പിണറായി ഗവൺമെന്റ് കീഴിൽ പോലീസ് ആസ്ഥാനത്ത് സുപ്രധാനമായ പദവി വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ മറ്റൊരു കാര്യം പറഞ്ഞു. ഉദയകുമാർ ഉരുട്ടി കൊലക്കേസിലെ തിരുവനന്തപുരത്ത് നടന്ന സംഭവം, ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നു എന്നുള്ള പ്രമാദമായൊരു കേസുണ്ടായി. ആ കേസിലെ പ്രതികൾ മുഴുവൻ രക്ഷപ്പെട്ടു. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പ്രതികൾ രക്ഷപ്പെടാനുള്ള കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അനാസ്ഥയാണെന്നാണ്. എന്നാൽ എന്താണ് വസ്തുത? ഈ ഉരുട്ടിക്കൊലക്കേസ് അന്വേഷിച്ച് ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് CBI ആണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരു പങ്കുമില്ല. അന്നത്തെ ആഭ്യന്തര വകുപ്പിന് ഒരു പങ്കില്ല. CBI ആണ് അന്വേഷിച്ചത്, അവരാണ് കുറ്റപത്രം കൊടുത്തത്. ഇത് മുഖ്യമന്ത്രി ബോധപൂർവം മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ ശ്രീ AK ആന്റണി 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ശിവഗിരിയിൽ നടന്ന സംഭവം. 2, മുത്തങ്ങയിൽ നടന്ന സംഭവം. അതോടൊപ്പം തന്നെ മാറാട് നടന്ന സംഭവം. ഈ സംഭവങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉള്ള പോലീസിന്റെ ഇടപെടലാണ്. വിനോദ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അടിച്ചു കൊലപ്പെടുത്തിയപ്പോഴാണ് മുത്തങ്ങയിൽ അന്ന് പോലീസിന്റെ വെടിവെപ്പുണ്ടായത്. ഞാൻ ആന്റണി പോലും അതിൽ ക്ഷമ ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു അങ്ങനെ സംഭവം ഉണ്ടായതിൽ. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. വിനോദ് എന്നൊരു പോലീസുകാരനെ അടിച്ചു കൊലപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു പോലീസ് നടപടിയാണ്. പക്ഷെ ആദിവാസികൾക്ക് നേരെ അത് നടത്താൻ പാടില്ല, ക്ഷമ ചോദിക്കുന്നുവെന്ന് ശ്രീമാൻ AK ആന്റണി പറഞ്ഞത് ഒരു മഹത്തായ കാര്യമാണ്. അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരാളല്ല. പക്ഷെ അദ്ദേഹം ഇന്നലെ പരസ്യമായി മാപ്പ് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? കേരളത്തിലെ പോലീസിനെ നിഷ്ക്രിയമായ ഒരു സേനയാക്കി മാറ്റിയ കാലഘട്ടമാണ് ഈ 9.5 വർഷം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള നല്ല പോലീസ് സേനയാണ് കേരളത്തിലുള്ളത്. ആ സേനയെ ഒന്നിനും കൊള്ളരുതാത്തവരാക്കി മാറ്റിയത്, യാതൊരു വിധത്തിലുമുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയാത്തവരായി മാറ്റിയത് ഈ ഗവൺമെന്റാണ്. ഏറാൻ മൂളികളെയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരെയും ഓരോ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച് പോലീസ് സംവിധാനത്തെ താറുമാറാക്കിയത് ഈ ഗവൺമെന്റാണ്. ഇവിടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് VK മോഹൻ പറഞ്ഞു, എനിക്ക് പരാതി കിട്ടുന്നില്ല. VK മോഹൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ കയ്യിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ
അവിടെ പരാതി കൊടുക്കാത്തത്. മാത്രവുമല്ല, പോലീസ്, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഈ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ പോലീസുകാരല്ലാത്ത ഒരാളിനെ നിയമിക്കണം എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ കാരണം പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജി, അതോടൊപ്പം തന്നെ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അവരൊക്കെ ആണെങ്കിൽ അവർ പോലീസിനെ ന്യായീകരിച്ച് പറയുകയും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിഷ്പക്ഷമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ നിയമിക്കാനുള്ള ഉത്തരവ് ഞാൻ ഇറക്കി. ആ ഉത്തരവിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം. ഞാൻ ആ ഉത്തരവ് ഇറക്കിയില്ല. 3/3/2016 പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ്. ഈ ഉത്തരവ് ഇറക്കാൻ കാര്യം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരം ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വെക്കണമെന്നുള്ള ഒരു സുപ്രധാനമായ ഉത്തരവ് കോടതി നടത്തുകയുണ്ടായി. We direct the state government to finalize the selection process to the post of Chief Investigation Officer of the State Police Complaint Authority within a period of 60 days. ബാക്കി കാര്യങ്ങൾ താഴെ പറയുന്നു. 60 ദിവസത്തിനുള്ളിൽ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കണം എന്ന ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഹൈക്കോടതി ബെഞ്ചിൻ്റെ ഉത്തരവാണ്. ആ ഉത്തരവ് പ്രകാരമാണ് 3/3/2016 ഞങ്ങൾ ആ ഉത്തരവ് ഇറക്കിയത്. ഈ ഉത്തരവ് അതിനുശേഷം പുതിയ ഗവൺമെൻറ് വന്ന ശേഷം ഇവര് ഈ ഉത്തരവ് വേണ്ട എന്ന് വെച്ചു. അതവർ പറഞ്ഞത് രസകരമായ കാര്യമാണ്. 25/5/2020 അവർ പറഞ്ഞത്, ഗവൺമെൻറ് ഹാസ് ഇൻ എ റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ sanctioned by the government, which are earlier government. On further examination, government intended to rethink the necessity of a post of a chief investigation officer in the authority. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് 2 മാസത്തിനുള്ളിൽ ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ നിയമിക്കണം. അത് പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റാണ്. പോലീസുകാരല്ലാത്ത ഒരാൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അത് വേണ്ട എന്ന് വെച്ചവരാണ് ഇവർ. അത് നമ്മളത് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? ഈ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഒരു സ്വതന്ത്ര ഇൻവെസ്റ്റിഗേറ്ററായി മാറണം എന്നുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നമ്മളന്ന് എടുത്തത്. പോലീസുമായി ബന്ധപ്പെട്ട പരാതിയിൽ പോലീസ് സേനയ്ക്ക് പുറത്തുള്ള ഒരാളിനെ കൂടി നിയമിച്ചാൽ നീതി ഉറപ്പുവരുത്തും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് പാറശാലയിൽ ശ്രീജീവ് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കസ്റ്റഡി മരണം പോലീസിൻ്റെ അനാസ്ഥ കൊണ്ടാണെന്ന് കണ്ടെത്തി കമ്മീഷന്റെ ശുപാർശ പ്രകാരം 10 ലക്ഷം രൂപ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവർക്ക് നൽകിയുണ്ടായി. അപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം 16 കസ്റ്റഡി മരണങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. 16 കസ്റ്റഡി മരണങ്ങൾ പിണറായി വിജയൻ 9 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടായി. ഈ കസ്റ്റഡി മരണങ്ങളിൽ ഒന്നിൽ പോലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സ്വീകരിച്ച നടപടി പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി സ്വീകരിച്ചിട്ടില്ല. ഇരകൾക്ക് നീതി കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഒരു നോക്കുകുത്തിയായി ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ പോലീസിൽ നിന്നല്ലാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ അടിയന്തരമായി നിയമിക്കാൻ കോടതി വിധി ഉണ്ടെങ്കിലും അത് വേണ്ട, അപ്രായോഗികമായ നിർദ്ദേശമാണ് എന്ന് പറഞ്ഞ് കോടതിയെപ്പോലും കബളിപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബ്രിട്ടീഷുകാരുടെ ഭരണകാലം മുതലുള്ള പോലീസ് നയത്തെപ്പറ്റിയാണ് സംസാരിച്ചത്. 4 മാവോയിസ്റ്റുകളെ
വെടിവെച്ചു കൊന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 4 പേരെ. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് അന്ന് മാവോയിസ്റ്റുകളെ കോയമ്പത്തൂരിൽ വെച്ച് കേരള പോലീസ്, തമിഴ്നാട്, ആന്ധ്ര പോലീസിൻ്റെ സഹായത്തോടെ പിടികൂടി അവരെ ഇന്ന് തൃശ്ശൂരിലെ അതിസുരക്ഷാ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു. അവരുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ ഭരണകാലത്ത് ഒരു മാവോയിസ്റ്റുകളെയും ഞങ്ങൾ വെടിവെച്ചു കൊന്നിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ 4 പേരെയാണ് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നത്. 4 മാവോയിസ്റ്റുകളെ. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ ഇത്? അന്തരിച്ചു പോയ കാനൻ രാജേന്ദ്രന് ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. 4 മാവോയിസ്റ്റ് ഒരു കാരണവുമില്ലാതെ പുറകിൽ വെടികൊണ്ടാണ്. ഞാനതൊന്ന് പ്രതിപക്ഷ നേതാവെന്നുള്ളത് നിയമസഭയിൽ ഞാൻ ഉന്നയിച്ചതാണ്. ചിലർക്ക് നെഞ്ചത്ത് വെടികൊള്ളുന്നു, ചിലർക്ക് പുറകിൽ ഓടിപ്പോകുമ്പോൾ പുറകിൽ വെടിവെക്കുന്നു. ആരാണ് കേരളത്തിൽ വെടിവെപ്പ് തുടങ്ങിയത്? കേരളത്തിൽ വെടിവെപ്പ് തുടങ്ങിയത് 57-ലല്ലേ? EMSന്റെ ഭരണകാലത്താണ് ബ്രിട്ടീഷുകാരുടെ പോലീസിനെ മാറ്റിയതെന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി. അങ്കമാലിയിൽ അവിടുത്തെ സഹോദരങ്ങളെ വെടിവെച്ചു കൊന്നത് EMS ആണ്, ഭരണമാണ്. വലിയ തുറയിൽ ചെറിയ തുറയിൽ ഫ്ലോറിയെ വെടിവെച്ചു കൊന്നത് EMSന്റെ ഗവൺമെന്റാണ്. വലിയ തുറയിൽ വെടിവെപ്പ് നടത്തിയത് EMSന്റെ ഗവൺമെന്റാണ്. പ്രസിദ്ധമായ ചന്ദനത്തോപ്പ് വെടിവെപ്പ് ഇന്നും കൊല്ലത്തെ ജനങ്ങൾ ആവേശപൂർവ്വം ഓർക്കുന്നതാണ്. അവിടുത്തെ ആ രക്തസാക്ഷികളെ പറ്റി ചന്ദനത്തോപ്പ് വെടിവെപ്പ് EMSന്റെ കാലത്താണ് ഉണ്ടായത്. കൊളോണിയൽ പോലീസിൽ നിന്ന് EMSന്റെ കയ്യിലേക്ക് പോലീസ് വന്നപ്പോൾ മാറ്റമുണ്ടായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ മാറ്റമാണോ? ഇത് ഒന്നാമത്തെ EMS സർക്കാരിന്റെ കാര്യം. ഇനി രണ്ടാമത്തെ EMS സർക്കാരിന്റെ കാര്യം എടുക്കാം. KSUവിന്റെ പ്രവർത്തകരായ സുധാകർ അക്കിത്തായും ശാന്താറാം ഷേണായിയും കാസർഗോഡ് വെടിവെച്ചു കൊന്നത് EMSന്റെ പോലീസായിരുന്നു. മേൽപ്പാടത്ത് വെടിവെപ്പുണ്ടായത് ആ കാലഘട്ടത്തിലായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, EMSന്റെ ഭരണകാലത്ത് ഇതാണോ കൊളോണിയൽ സംവിധാനത്തിൽ നിന്ന് പോലീസിനെ ജനാധിപത്യവൽക്കരിച്ചത്? നയനാരുടെ കാലത്ത്, അന്തരിച്ച ശ്രീ നയനാരുടെ കാലത്ത് ഉറുദു ഭാഷയ്ക്ക് വേണ്ടി സമരം ചെയ്ത മുസ്ലിം ലീഗ് പ്രവർത്തകരെ മലപ്പുറത്ത് വെച്ച് വെടിവെച്ചു എന്ന് 2 മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടെ കൊല്ലപ്പെട്ടു. KSUവിന്റെ നേതാവായത് എറണാകുളത്തെ തേവരയിലെ മുരളിയെ അടിച്ചു കൊന്നത് EMSന്റെ പോലീസായിരുന്നു. അപ്പോൾ EMSന്റെ ഒന്നാമത്തെ ഭരണവും രണ്ടാമത്തെ ഭരണവും അത് കഴിഞ്ഞ് നയനാരുടെ ഭരണകാലത്തും പിണറായി വിജയന്റെ ഭരണകാലത്തും ആളുകളെ വെടിവെച്ചു കൊല്ലുന്ന നടപടിയാണ് ഇവർ സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുള്ള കാലത്തോ ഉമ്മൻചാണ്ടി തന്നെ ഇരുന്ന കാലത്തോ ഒരു വെടിവെപ്പ് പോലും ഉണ്ടായിട്ടില്ല. അത് മുഖ്യമന്ത്രി സൗകര്യപൂർവ്വം മറച്ചുവെച്ചു. ഞാൻ ചോദിക്കട്ടെ, മന്ത്രിയായ എം വി രാഘവനെ തടഞ്ഞതിന്റെ പേരിൽ കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായി 5 DYFIക്കാർ മരിച്ചു എന്നാണല്ലോ അവർ പറയുന്നത്. അന്ന് ഏറ്റവും വലിയ പ്രക്ഷോഭം ആർക്കെതിരായിട്ടായിരുന്നു? റവേഡ ചന്ദ്രശേഖരനെതിരായിട്ടായിരുന്നു. അന്ന് ഇവർ ആരോപിച്ചത് തലശ്ശേരി ASP ആയ റവേഡ ചന്ദ്രശേഖരനാണ് ഈ വെടിവെപ്പിന് ഉത്തരവ് കൊടുത്തത്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആ ആളിനെ കേരളത്തിന്റെ DGP ആക്കി മാറ്റി. പഴയ സഖാക്കന്മാർ നടത്തിയ സമരം എവിടെ പോയി? പാലക്കാട്ട് സിറാജുന്നീസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നത് ആരാണ്? ശ്രീ രമൺ ശ്രീവാസ്തവയാണ് എന്നാണ് അന്ന് ആരോപിച്ചത്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആ രമൺ ശ്രീവാസ്തവയെ നിങ്ങളുടെ ഒന്നാം ഗവൺമെന്റിൽ നിങ്ങളുടെ പോലീസ് അഡ്വൈസറാക്കി നിങ്ങൾ നിയമിച്ചു. ഇതൊക്കെ ചരിത്ര സത്യങ്ങളല്ലേ?
എന്നിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ എന്നും ആദർശത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ച നേതാവാണ് ശ്രീ എ കെ ആന്റണി. എ കെ ആന്റണി ഭരണകാലത്ത് നീതിപൂർവമായ പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർ പോകരുതെന്നവരും പറഞ്ഞ് നീതിപൂർവ്വം നിഷ്പക്ഷവുമായ നിലപാട് സ്വീകരിച്ച ഒരു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെതിരായി അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇന്നിപ്പം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഇന്നലെ എ കെ ആന്റണി പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗം മുഴുവൻ അവാസ്തവമാണ്, അബദ്ധജടിലമാണ്, കള്ളങ്ങളാണ്, അർദ്ധസത്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ കേസിൽ തന്നെ ഇതിനെതിരായ പ്രിവിലേജ് കൊടുക്കും. പ്രിവിലേജ് മോഷൻ ഞാൻ സ്പീക്കർക്ക് ഇന്ന് തന്നെ കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് തുറന്നു പറയാൻ തീരുമാനിച്ചത്. അല്ല, ഞാൻ അന്നേരമാണോ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചത്. പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ച് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഗവൺമെന്റ് കാലത്തും സ്വാഭാവിക എങ്ങനെയാണ് ഈ പോലീസുകാരെ പിടിച്ചുവിടുന്നത്? ഒന്നുകിൽ ലോങ് ആബ്സെൻസ്, ഈ കത്ത് കൊടുക്കാതെ അവധി എടുക്കാതെ പോകുന്നവർ. 2 ക്രിമിനൽ കേസിൽ പ്രതിയുള്ള ആളുകൾ, അതുപോലെ തന്നെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, വിജിലൻസ് കേസിൽ പ്രതികളായി വന്ന ആളുകൾ, കറപ്ഷൻ കേസുകളിൽ, ഇത്തരം ആളുകളെയാണ് സാധാരണഗതിയിൽ പിരിച്ചുവിടുന്നത്. അങ്ങ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ശുദ്ധ നുണയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 144 പേരെ അദ്ദേഹം പിരിച്ചുവിട്ടുമെന്ന് പറഞ്ഞു. എവിടെയാണ് 144 പേരെ പിരിച്ചുവിട്ടത്? 50-ൽ താഴെ ആളുകളെയാണ് LDF ഭരണകാലത്ത് 10 വർഷത്തിനിടയിൽ പിരിച്ചുവിടും. അതും കുറ്റവാളികളല്ല, ലോങ് ലീവ് എടുക്കാതെ ലോങ് ആയിട്ട് അബ്സെൻസ് ആയിട്ടുള്ള ആളുകളെയാണ് അവർ ചെയ്തത്. കുറ്റവാളികളായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഇവർ പുറത്താക്കിയിട്ടില്ല. അവരകത്താണ്, അവരധികാരത്തിൻ്റെ തലപ്പത്താണ് അവരൊക്കെ ഇരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് 2011 മുതൽ 16 വരെ 61 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ പിരിച്ചുവിട്ടു. അപ്പോൾ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്തത്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ചാണ് ഞാനിത് പറയുന്നത്. ഇല്ലേ, മുഖ്യമന്ത്രി എന്നെ ചലഞ്ച് ചെയ്യട്ടെ. അപ്പൊ സഭയിൽ വന്ന് കഴിഞ്ഞകാല ഗവൺമെന്റുകളെ ആക്ഷേപിക്കുന്ന ഒരു നിലപാട് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ആ ഇതിൽ പ്രസംഗിച്ചവരൊക്കെ കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റുകളെ പറ്റിയാണ് പറഞ്ഞത്. അതാണ് EMS വരുത്തിയ പോലീസിലെ മാറ്റം. അതാണ് ഞാൻ എത്ര വെടിവെപ്പാണ് EMS നടത്തിയത്. ആറ് വെടിവെപ്പാണ് അദ്ദേഹത്തിന് 2 ഭരണകാലത്തുണ്ടായത്. മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞ് 4 പേരെ പച്ചജീവനോട് വെടിവെച്ചു വന്നയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. എന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ അദ്ദേഹം വന്നത്. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. എന്നിട്ടാണ് എ കെ ആന്റണിക്കെതിരായും കോൺഗ്രസിനെതിരായും അനാവശ്യമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ സഭയിൽ അതിനൊരു വ്യക്തമായ ഒരു പ്രതിരോധ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം നടത്തി വിശദീകരണം നടത്തുമ്പോഴും തനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായില്ല എന്ന ഒരു ഖേദപ്രകടനം കൂടിയുണ്ടായിരുന്നു. അല്ല, സാധാരണഗതിയിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്താൽ പിന്നീട് മുഖ്യമന്ത്രി മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനടുത്ത് ഇടപെടാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്ന് രണ്ട് തവണ, ഒരു തവണ ഞാൻ ഇടപെട്ടു, ഒരു തവണ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. അതിൽ കൂടുതൽ ഇടപെടാൻ കഴിയാത്ത ഒരു നിയമപരമായ പ്രശ്നം അതിനകത്തുണ്ട്. പ്രാസംഗ്യന്മാരത് എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം അന്നേരം അവർ പ്രസംഗിക്കുമ്പോൾ ഈ ഇഷ്യൂ കാണില്ല, അതുകൊണ്ടായിരിക്കും. ഇ ചന്ദ്രശേഖരനാണല്ലോ പ്രധാനമായിട്ട് ഈ ശിവഗിരിയുടെ കാര്യത്തിൽ ആന്റണിക്കെതിരെ കാര്യമായിട്ട് പറഞ്ഞ ഒരാൾ ഇ ചന്ദ്രശേഖരനായിരുന്നു. അപ്പോഴും
ഇടപെടാവോ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ, ഒരു പ്രതിരോധം കുറഞ്ഞു പോയി ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളും. അല്ല, ഞാൻ ആ സമയത്ത് ഈ ചന്ദ്രശേഖരൻ പ്രസംഗം ഞാൻ സഭയിലില്ലായിരുന്നു, ഞാനതില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ വസ്തുതകൾ തെറ്റായി പറയുമ്പോൾ അത് ജനങ്ങൾ അറിയണം, സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. പക്ഷേ ഈ പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന നിലയിലേക്ക് പോലും ഭരണപക്ഷം മാറിയത് ഇത്തരം ശിവഗിരി വിഷയത്തിൽ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ മുഴുവൻ മറ്റ് പ്രതിപക്ഷങ്ങളുണ്ടോ അങ്ങനെന്താവില്ല, അവർക്ക് അതിനെ പ്രതിരോധിക്കേണ്ടതായിരുന്നില്ലേ? ആന്റണി പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഒരു പരാതി അതല്ലേ, തന്നെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായില്ല. അല്ല, എ കെ ആന്റണിയെ പോലെ നേതാവിനെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, മൂന്നാണ് മുഖ്യമന്ത്രി ആയ ആളാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് പ്രതിരോധിക്കേണ്ടത് തന്നെയാണ്. ഈ 144 പേരെ പുറത്താക്കാൻ ശുപാർശ ഉണ്ടായിരുന്നു. താഴെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന ശുപാർശകളാണ്. DGPയുടെ ശുപാർശ സ്വാഭാവികമായിട്ടും DGP ഹോം സെക്രട്ടറിക്ക് ഹോം ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കും. അത് ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി കണ്ടിട്ട് പിന്നെ മുഖ്യമന്ത്രി അടുക്ക് വരും. അങ്ങനെയാണ് എൻ്റെ നടപടിക്രമം. എന്തിനേറെ ഇന്ന് പോലീസ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളിന് നേരെ പെറ്റീഷൻ കമ്മിറ്റിക്കകത്ത് ഗണേഷ് കുമാർ തന്നെ ഇയാളെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ വിനോദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി തിരുവനന്തപുരത്ത് കൊലക്കേസിൽ പ്രതിയാക്കിയതിനെതിരെയായിരുന്നു പോലീസ് കംപ്ലൈന്റ് പെറ്റീഷൻ കമ്മിറ്റിയിൽ പരാതി. ആ പരാതി വന്നപ്പോഴാണ് ശ്രീ ഗണേഷ് കുമാർ അന്ന് MLA ആണ്, അദ്ദേഹം പറഞ്ഞതിന് ഉടൻ തന്നെ പിരിച്ചുവിടണം. അയാളാണ് പോലീസ് അസോസിയേഷന്റെ പ്രസിഡന്റ്. ഇതാണ് സ്ഥിതി. ഇവരെ പോലുള്ള ആളുകളെ സംരക്ഷിച്ചിട്ടാണ് ഞങ്ങളെ കുറ്റം പറയുകയും ഞങ്ങളുടെ കാലത്തൊന്നും ചെയ്തില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുള്ളത്. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. അയ്യപ്പ സംഗമം വാസ്തവത്തിൽ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്ന ഒന്നാണ്. ശബരിമലയ്ക്ക് വേണ്ടി ഭൂമി നൽകിയതും സന്നിധാനത്ത് കുടിവെള്ളം എത്തിച്ചതും അവിടെ വൻതോതിലുള്ള പരിഷ്കാരങ്ങൾ നടത്തിയതും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണ്. അന്ന് മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു. മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കിയിട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പം അതിനെപ്പറ്റി പഠിക്കാനാണ് അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഇവിടെ 4 കിലോ സ്വർണം കാണാതെ പോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഗൗരവത്തിലെടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്. 4 കിലോ സ്വർണം പോയി. ആരാ കൊണ്ടുപോയത്? ഈ സ്വർണം പൂശിയ അത് നൽകിയ ആളുകൾ ഒരു ആള് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ആദ്യം ഈ സംഗമം നടത്തുന്നതിന് മുമ്പ് 4 കിലോ സ്വർണം ഇവിടെ പോയെന്നാണ് ആദ്യം പറയേണ്ടത്. അതാണല്ലേ ആദ്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ തമിഴ്നാട്ടിൽ മദ്രാസിലേക്ക് കൊണ്ടുപോയത്. ശബരിമലയിൽ ഏത് കാര്യം ചെയ്താലും ഹൈക്കോടതി ബെഞ്ചിന്റെ അനുമതിയോടെ വേണം. അനുമതി പോലും വാങ്ങാതെയാണ് ഈ സ്വർണം പൂശിയ പാളികൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയത്. എത്ര കൊണ്ടുപോയി എത്ര വന്നു ആർക്കും അറിയില്ല. അപ്പോൾ അയ്യപ്പനോട് നീതി കാണിക്കാത്ത, അല്ലെങ്കിൽ ഭക്തജനങ്ങളോട് നീതി കാണിക്കാത്തൊരു ഗവൺമെന്റാണിത്. എന്തൊരു മിടുക്കായിരുന്നു അന്ന് പോലീസിന്റെ ഫുൾ പ്രൊട്ടക്ഷനോടുകൂടി ശബരിമല സന്നിധാനത്ത് സ്ത്രീകളെ ഗവൺമെന്റ് കൊണ്ടുപോയത്. ആ ഭക്തജനങ്ങളുടെ വികാരങ്ങൾ ഇതുവരെ വ്രണപ്പെട്ട് തന്നെ നിൽക്കുകയാണ്, ഒരു സംശയവും വേണ്ട. ഈ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് തിരുത്തി യുവതീ പ്രവേശനം അനുവദിക്കണമെന്നുള്ള അഫിഡവിറ്റ് ഈ ഗവൺമെന്റ് കൊടുത്തത്? ഇപ്പോഴും ആ അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറുമല്ല. എന്നിട്ടാണ് അയ്യപ്പന് പേരിലുള്ള മഹാസംഗമം നടത്താൻ തീരുമാനിച്ചത്. അപ്പൊ ഇതിന്റെ പൊള്ളത്തരം നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെയല്ലേ?
ഇപ്പൊ തന്നെ അയ്യപ്പന്റെ സ്ഥാനീയരാണ് പന്തളം കൊട്ടാരം. പ്രതിസ്ഥാനീയരായ പന്തളം കൊട്ടാരത്തിന് ആരും പോകുന്നില്ല. ആളുകളുണ്ടാവും, കുറച്ച് ആളുകളെ വിളിച്ചുകൂട്ടാം. ഇപ്പൊ ഗവൺമെന്റിനോ CPM-നോ ഒന്നും യാതൊരു പ്രയാസം ഉണ്ടാവില്ല. കുറെ ആളുകളെ വിളിച്ചുകൂട്ടും. 10 വർഷക്കാലം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാത്ത, ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത, ശബരിമലയിലെ സ്ത്രീകളെ കൊണ്ടുപോയി കയറ്റി നിത്യബ്രഹ്മചാരിയായ അയ്യപ്പന്റെ ആ പൂങ്കാവനം തകർക്കാൻ നോക്കിയവരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇത് ഈ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയും. പ്രതിപക്ഷം 3-4 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിനൊന്നും ഇപ്പോൾ മറുപടിയില്ല. അപ്പോൾ ഇത് നടത്തുന്നത് കേവലം ഭക്തജനങ്ങളെ കബളിപ്പിക്കാനും ഭക്തജനങ്ങളെ കബളിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് അവരുടെ വോട്ടുകൾ സമാഹരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും, ഭക്തജനങ്ങൾ പ്രത്യേകിച്ചും തിരിച്ചറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പന്തളം കൊട്ടാരം പങ്കെടുക്കുന്നില്ല, പക്ഷേ നാമജപ ഘോഷയാത്രയൊക്കെ നടത്തി വലിയ സമരം നടത്തിയ നേതൃത്വം കൊടുത്ത് ആദ്യം തെരുവിലിറങ്ങിയ NSS സംഗമത്തിൽ പങ്കെടുക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം അല്ല, അവർക്ക് പങ്കെടുക്കാം. അവർക്കും NSS-നും SNDP-ക്കും ഒക്കെ പങ്കെടുക്കാൻ അവർക്ക് അതിന് സ്വാതന്ത്ര്യമുള്ളവരാണ്. പക്ഷേ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളുടെ പേര് ഇപ്പോഴും കേസ് നിൽക്കുകയാണ്. ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കും എനിക്കും എതിരായി കേസുണ്ടായിരുന്നു. ഞങ്ങൾ പിൻവലിക്കണമെന്നൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസമാണ് റാന്നി കോടതി ഞങ്ങളെ 2 പേരെയും വെറുതെ വിട്ടത്. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ എന്നെയും വെറുതെ വിട്ടത്. ഞങ്ങളുടെ കേസ് തള്ളിക്കളഞ്ഞു. അത്തരം ഒരു കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ലല്ലോ. പിൻവലിക്കുമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ ചോദിക്കുന്ന ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണൊന്നും പറയാത്തത്? ഈ സംഘം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ സുപ്രീം കോടതി വിധി ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. താൻ എടുത്ത നിലപാടുകൾ താൻ തിരുത്തുന്നു എന്ന് പറയാൻ അദ്ദേഹം തയ്യാറുണ്ടോ? എന്നിട്ട് വേണം മറ്റു കാര്യങ്ങൾ പറയാൻ. വയനാട് ഫണ്ടാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും 100 വീടുകൾ നൽകുമെന്ന് പറഞ്ഞു. ഫണ്ടിന്റെ കാര്യമുണ്ടായി, അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇല്ല, ഇന്നലെ KPCC പ്രസിഡന്റുമായിട്ട് ഞാൻ സംസാരിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാറും ഉണ്ടായിരുന്നു. വയനാട്ടിലെ ഞങ്ങൾ പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ഉടൻ തന്നെ ഏറ്റെടുക്കും. ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ പറയേണ്ട കാര്യമാണ്.